ഇന്ന് നമുക്ക് വെള്ളക്കടല കൊണ്ടുള്ള സുണ്ടൽ ഉണ്ടാക്കാം, അതും മധുരമുള്ളത്. കർണാടകയിലെ ഒരു അമ്പലത്തിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിച്ചത്. അവിടെ ഇതിന്റെ പേര് ഉസിലി. പേരെങ്ങനെയാണെങ്കിൽ ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് സ്നാക്കും കൂടെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ അതിന്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ ഒരു 200 ഗ്രാം വെള്ളക്കടല എടുത്തിട്ടുണ്ട്. 200 ഗ്രാം എന്നുള്ളത് കുക്ക് ചെയ്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ. ഇത് രാത്രി മുഴുവൻ സോക്ക് ചെയ്ത് വെച്ച് കുതിർത്ത് വെച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. ഇത് വേവിക്കുമ്പോൾ ഇത് ഉടഞ്ഞു കലങ്ങി പോകാൻ പാടില്ല കേട്ടോ. അതിന്റെ ഷേപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവണം. എന്നാലൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാല് വെച്ച് കടിക്കുമ്പോൾ ഉടഞ്ഞു വരണം. അങ്ങനെയാണ് ഇതിന്റെ ഒരു പാകം. ഇനി നമുക്കൊരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എണ്ണയൊന്നും ഒഴിക്കാനായിട്ടില്ല കേട്ടോ. ഒരു ഇൻഗ്രീഡിയന്റ് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്നതിനിടയ്ക്ക് എള്ള് പാനിൽ നിന്നും ചെറുതായിട്ട് പൊട്ടുന്ന ശബ്ദവും നിങ്ങൾക്ക് കാണാനും പറ്റും. ആ ഒരു സമയമാകുമ്പോൾ എള്ള് പാനിൽ നിന്നും മാറ്റാം. അതാണ് അതിന്റെ പാകം. ഇനി അതേ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പാൻ ഓൾറെഡി ചൂടായിരിക്കുന്നത് കൊണ്ട് ജീരകം ചേർത്ത ഉടനെ തന്നെ അത് പൊട്ടി തുടങ്ങും. അപ്പോൾ ആ സമയത്ത് തന്നെ ശർക്കര പൊടിച്ചു വെച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര ഒന്ന് അലിഞ്ഞു വരണം, അതുവരെ വെയിറ്റ് ചെയ്യണം നമുക്ക്. ഇതപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ ഈ അലിഞ്ഞു കിടക്കുന്ന ശർക്കരയെ മുഴുവനും അബ്സോർബ് ചെയ്തെടുക്കും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതാ കണ്ടോ, ഇങ്ങനെ കിട്ടണം നമുക്ക്. ശർക്കരയെ മുഴുവനും തേങ്ങ വലിച്ചെടുത്ത് തേങ്ങയുടെ കളറാകെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേപ്പറൈസ് ആയി പോകണം. കാരണം ഇതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ സമയത്ത് തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. കടലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ രുചിയും മണവും ഒക്കെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എള്ളും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ മധുര സുണ്ടൽ ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്കും വലിയവർക്കാണെങ്കിൽ ഓഫീസിലേക്കും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു സ്നാക്കും കൂടിയാണ്. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. കമന്റിൽ ഇട്ടാൽ മതി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം ധന്യ.